പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലതരം ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. ചിലർ നമ്മളെ പ്രോത്സാഹിപ്പിക്കും, ചിലർക്ക് നമ്മളോട് സ്നേഹം തോന്നും, എന്നാൽ ചിലർ ഒരു കാരണവുമില്ലാതെ നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. അവരുടെ വാക്കുകൾ ഒരു കൂർത്ത കത്തി പോലെ നമ്മുടെ ഹൃദയത്തിൽ തറച്ചു കയറിയെന്ന് വരാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോകാറുണ്ടോ? ആ വാക്കുകളെ നമ്മളെ നിർവചിക്കാൻ അനുവദിക്കാറുണ്ടോ? നമ്മൾ തിരിച്ചറിയേണ്ടത് അത്തരം വാക്കുകൾക്ക് നമ്മളെ നിർവചിക്കാൻ അവകാശമില്ല എന്നാണ്. നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. എന്തിനാണ് ഒരാൾ മറ്റൊരാളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ടാകാം. അസൂയ, ഇൻസെക്യൂരിറ്റി, പേഴ്സണൽ പെയിൻ, ഇഗ്നോറൻസ് എന്നീ കാര്യങ്ങളൊക്കെ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ കാരണങ്ങളാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടുമ്പോൾ, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുമ്പോൾ ചിലർക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ വിജയം അവരെ അസ്വസ്ഥരാക്കും. അതിനാൽ നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ, നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ അവർ ശ്രമിക്കും. അവരുടെ വാക്കുകൾ അവരുടെ അസൂയയുടെ പ്രതിഫലനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങളുടെ കഴിവിനെയോ വിജയത്തെയോ അംഗീകരിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവ് അവരെ ഭയപ്പെടുത്തുന്നു എന്നതും ഒരു സത്യമാണ്. ചിലർക്ക് ആത്മവിശ്വാസമില്ലായ്മയുണ്ടാവാം. അവർക്ക് സ്വന്തം കഴിവുകളിലോ നേട്ടങ്ങളിലോ സംശയങ്ങളുണ്ടാവാം. ഈ ബോധം മറച്ചുവെക്കാൻ മറ്റുള്ളവരെ ഇകഴ്ത്തി സംസാരിച്ച് അവർക്ക് താൽക്കാലികമായ ഒരു ഉന്നതി തോന്നിപ്പിക്കാൻ ശ്രമിക്കും. നിങ്ങളെ കുറ്റപ്പെടുന്നതിലൂടെ അവർക്ക് കുറച്ചുകൂടി വലുതാവാം എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ സ്വയം എത്ര ചെറുതാണെന്ന് അവരുടെ വാക്കുകൾ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും വിഷാദങ്ങളും ഉണ്ടാകാം. അവരുടെ ഉള്ളിലെ വേദനയും ദേഷ്യവും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ ഒരു മാർഗം തേടുമ്പോൾ അവർ മറ്റുള്ളവരെ ലക്ഷ്യമിടും. നിങ്ങളെ അധിക്ഷേപിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിലെ ദേഷ്യം പുറത്തുവിട്ട് അവർക്ക് താൽക്കാലിക ആശ്വാസം കണ്ടെത്താൻ സാധിക്കും. യഥാർത്ഥത്തിൽ അവർ സഹായം ആവശ്യമുള്ളവരാണ്. അവരുടെ വാക്കുകൾ അവരുടെ ഉള്ളിലെ മുറിവുകളുടെ പ്രതിഫലനമാണെന്ന് നാം തിരിച്ചറിയണം. ചിലർക്ക് മറ്റൊരാളുടെ കാഴ്ചപ്പാടുകളെയോ വികാരങ്ങളെയോ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരിക്കില്ല. ലോകത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ് പരിമിതമായിരിക്കും. അതിനാൽ അവർ അറിയാതെയാണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ വാക്കുകൾ അവരുടെ അജ്ഞതയുടെ പ്രതിഫലനമാണ്. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അവരുടെ വാക്കുകൾ നിങ്ങളെക്കുറിച്ചുള്ള സത്യമല്ലെന്ന്. അത് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളുടെ പ്രതിഫലനം മാത്രമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നിങ്ങളുടെ പ്രതികരണമാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ഒരാൾ നിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ദേഷ്യപ്പെടുന്നത് അവർക്ക് സന്തോഷം നൽകും. കാരണം അവരുടെ ലക്ഷ്യം നിങ്ങളെ വേദനിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവരുടെ ശക്തി ക്ഷയിക്കുന്നു. ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ അവർക്ക് അവരുടെ പ്രതിഫലനം കാണാൻ കഴിയാതെയാകും. രണ്ടാമതായി നമ്മുടെ ആത്മവിശ്വാസം വളർത്തുക എന്നതാണ്. നിങ്ങളുടെ കഴിവുകളെയും നേട്ടങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. മറ്റൊരാളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങൾക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളുടെ മൂല്യം അളക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളിലല്ല, നിങ്ങളുടെ പ്രവൃത്തികളിലും ചിന്തകളിലുമാണ്. മൂന്നാമതായി അനുകമ്പ കാണിക്കുക. ഇതല്പം ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷേ നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് പലപ്പോഴും ഉള്ളിൽ വേദനയോ വിഷാദമോ ഒറ്റപ്പെടുന്നു എന്ന ബോധമോ ഉണ്ടാകാം. അവരെ വെറുക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി മനസ്സിൽ പ്രാർത്ഥിക്കുക. അവരുടെ അവസ്ഥയെക്കുറിച്ച് വേണമെങ്കിൽ ചിന്തിക്കുക. ചിലപ്പോൾ അവരുടെ വാക്കുകൾ അവരുടെ നിലവിലെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമായിരിക്കാം. നാലാമതായി അതിര് നിശ്ചയിക്കുക എന്നതാണ്. എല്ലാത്തരം വിമർശനങ്ങളെയും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ചില സന്ദർഭങ്ങളിൽ ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് ഇത് അത്യാവശ്യവുമാണ്. ആരോഗ്യകരമായ ബന്ധങ്ങൾ മാത്രം നിലനിർത്തുക. വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി നമ്മൾ ഭയക്കരുത്. ഓർക്കുക, നമ്മൾ ശക്തരാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്. മറ്റൊരാളുടെ മോശം വാക്കുകൾക്ക് നിങ്ങളെ നിർവചിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. ഒരു പൂ എത്ര മനോഹരമാണെന്ന് ഒരു തേനീച്ചയ്ക്ക് മാത്രമേ മനസ്സിലാവൂ, കാരണം അത് തേൻ തേടുന്നുണ്ട്. ഒരു പാറ്റ അതിനെ ശ്രദ്ധിക്കുന്നില്ല, കാരണം അത് ഇരുട്ടിലാണ് ജീവിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നവർ നിങ്ങളെ അംഗീകരിക്കും. അല്ലാത്തവർക്ക് നിങ്ങളുടെ മൂല്യം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അടുത്ത തവണ ഒരാൾ നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, അത് നിങ്ങളെക്കുറിച്ചല്ല, അവരെക്കുറിച്ചാണ് അവർ പറയുന്നത്. അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും പ്രതിഫലനമാണത്. നിങ്ങളുടെ വഴിയെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹവും പോസിറ്റീവ് എനർജിയും മാത്രം നൽകുന്ന ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.